ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയ്ക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോണത്. സേമിയ കൊണ്ടാണ് ഐറ്റം ഉണ്ടാക്കുന്നത്. ഒരു പായസമാണ്. സേമിയ കൊണ്ട് നമ്മൾ പാലൊഴിച്ച് പായസം വയ്ക്കും, ഉപ്പുമാവ് ഉണ്ടാക്കും. അതൊക്കെയല്ലേ നമ്മൾ സേമിയ കൊണ്ട് ചെയ്യുക. അപ്പോൾ സേമിയ കൊണ്ട് ആരും ഉണ്ടാക്കാത്ത തരത്തിലൊരു പായസമാണ് ഉണ്ടാക്കാൻ പോണത്. ഒരു പ്രഥമനാണ് ഉണ്ടാക്കാൻ പോണത് സേമിയ കൊണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരെ ഞാൻ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് കാണിച്ചു തരാം. എന്നിട്ട് എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് സേമിയ പ്രഥമൻ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു അര ഗ്ലാസ് ചായ ഗ്ലാസ്സിന് അര ഗ്ലാസ് സേമിയ, പിന്നെ ഒരു 2-3 വലിയ വെല്ലം, ശർക്കരയുടെ വെല്ലമില്ലേ അത് ഉരുക്കി വെച്ചതാണ്. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കായപ്പൊടി ഉണ്ട്, അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാനായിട്ട്, പിന്നെ കുറച്ച് നെയ്യും വേണം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഈ അടി കട്ടിയുള്ള പാത്രം വേണം, അതുകൊണ്ട് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സേമിയ ഒന്ന് ചൂടാക്കിയെടുക്കാം. വറുത്ത സേമിയ എന്നാലും ഒന്ന് ചൂടാക്കിയെടുക്കാം. നെയ്യ് ഒന്ന് ഉരുകട്ടെ. സേമിയ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വേവട്ടെ. നമ്മുടെ സേമിയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കാം. അതോടുകൂടി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ചിട്ട് ഒന്ന് കുറുകി വരണം. സേമിയയിൽ ശർക്കരയൊക്കെ നല്ലോണം പിടിക്കണം. നല്ലോണം തിളയ്ക്കട്ടെ. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് വറ്റണം. എന്നിട്ട് വേണം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാനായിട്ട്. ഇത് അത്യാവശ്യം കട്ടിയായിട്ടുണ്ട്. നമുക്കിനി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിന് മുമ്പ് ഏലക്കായപ്പൊടി ഇടാം. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ പാല് പിഴിഞ്ഞിട്ടാണെങ്കിൽ 2 പാലും കൂടി ഒന്നിച്ച് ഒഴിച്ചാലും മതി. 1-ാം പാല് 2-ാം പാലെന്നൊന്നും വേണ്ട, ഒന്നിച്ച് നമുക്ക് ഒഴിക്കാം. ഇതൊന്ന് തിളച്ചാൽ നമുക്ക് ഓഫാക്കിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാം. അത് നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അധികം തിളയ്ക്കാൻ പാടില്ല. ഇനി നമുക്ക് വറവിട്ട് കൊടുക്കാം. നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഒന്ന് ബ്രൗൺ ആകുമ്പോൾ മുന്തിരിയും കൂടെ അതിലേക്ക് കൊടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ മുഴുവനായിട്ട് കാണിക്കേണ്ട വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണ്. അണ്ടിപ്പരിപ്പൊക്കെ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം.
നിങ്ങൾക്ക് ഏലക്കായപ്പൊടി വേണ്ട, ചുക്കും ജീരകം വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. അപ്പോഴാണ് പ്രഥമൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരിക. അണ്ടിപ്പരിപ്പും മുന്തിരിയും പാകമായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വിളമ്പണ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ സേമിയയുടെ പ്രഥമൻ എല്ലാവരും കണ്ടുല്ലോ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ അടപ്രഥമനൊക്കെ കുടിക്കുന്ന പോലത്തെ അതേ ടേസ്റ്റ് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ചുക്കും ജീരകം വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ ഏലക്കായ പൊടിയാണ് ഇട്ടത്. പിന്നെ തേങ്ങാക്കൊത്ത് വറുത്തിട്ടുണ്ടവർക്ക് അങ്ങനെ ഇടാം. ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് വറുത്തിട്ടത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അപ്പം തന്നെ ഒരു ലൈക്കും തന്നോളൂ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരണ വരെ ബൈ.